മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ച വികസന സദസ്സ് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതിനോടകം തന്നെ കേരളത്തിലെ ദീർഘകാലമായി മുനിസിപ്പാലിറ്റികളായി പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റികളെ പലതിനും നേടാൻ കഴിയാത്ത നിരവധിയായ നേട്ടങ്ങളാണ് ഈ കാലയളവിലെ 10 വർഷം പ്രായമാകാൻ വേണ്ടി പോകുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നത് എന്നതിൻ്റെ ഒരു പിക്ചർ നമുക്കുണ്ട്. ഈ രേഖ അത് പറയുന്നുണ്ട്. ഈ രേഖയുടെ ഒരു ക്യാപ്ഷൻ തുടരും വികസനം എന്നാണ്. അപ്പോൾ വികസനം തുടരണം. ആ തുടർച്ചയ്ക്ക് വേണ്ടി നമുക്കൊത്തൊരുമിച്ച് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി എന്നുള്ളതാണ്. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ പ്രത്യേകത, മാസ്റ്റർ പ്ലാനിൽ നിന്നുകൊണ്ടാണ് ഏതൊരു പദ്ധതിക്കും നമുക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അല്ലെങ്കിൽ DPRകൾ സമർപ്പിക്കാൻ, ആവശ്യങ്ങൾ കൊടുക്കാൻ, ആധികാരികമായി ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്ന സാഹചര്യം രൂപപ്പെടുക. അപ്പം അതിനുതകുന്ന മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തി എന്നത് ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമാണ്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി കേരളത്തിലെ തലയെടുപ്പുള്ള മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ അവാർഡുകൾ നേടിയെടുത്തു എന്ന് പറയുന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നുപോലും വിടാതെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഫണ്ട് ജനങ്ങൾക്ക് പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നഗരസഭയ്ക്കകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നഗരസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് നഗരസഭ രൂപീകൃതമായതിന് ശേഷം നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. 2100 പേര് എഗ്രിമെൻ്റ് വയ്ക്കാനും 1650 പേർക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് താക്കോൽ കൈമാറാനും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല BAM, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, വടക്കാഞ്ചേരി സഹകരണ സംഘം പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ, ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.